അനുഗ്രഹം കിട്ടിയിട്ടുണ്ട് ലാലേട്ടന് കേട്ടോ. മമ്മൂട്ടിയുടെ ഭയങ്കര അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. കാരണം മമ്മൂട്ടിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കാൻ ശബരിമലയിൽ പോയി സാറ് അത് കൂടുതൽ അനുഗ്രഹമുണ്ട്. കാരണം മമ്മൂട്ടി ഫാൻസും മോഹൻലാൽ ഫാൻസും ഒറ്റക്കെട്ടായിട്ടിരിക്കുകയാണ് ഇപ്പൊ. മറ്റേന്ന് പറഞ്ഞാൽ ഏത് പടം മോഹൻലാലിന്റെ ഇറങ്ങിയാലും മമ്മൂട്ടിയുടെ ഇറങ്ങിയാലും രണ്ടുപേരും ആറാട്ടെന്ന് പറയല്ലേ, അടിപൊളി ഒരു ഹൈലി മാസീവ് പടം. സൂപ്പറായിട്ട് ഒരു ലെവൽ കൊടുക്കുന്നത്. സെക്കൻഡ് ഹാഫിൽ എങ്ങനെയാന്നുള്ള ഒരു ഇതിലാണ് കൊണ്ട് നിർത്തിയേക്കണേ. അതും കൂടി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റുള്ളൂ. സ്റ്റാഫ് അടിപൊളിയാണ്, ഇൻട്രസ്റ്റിംഗ് ആണ്, ബോറിംഗ് ഒന്നുമില്ല. ലാലേട്ടൻ്റെയും കാര്യങ്ങൾ അടിപൊളിയാണ്, നല്ല പക്കയായിട്ട് എടുത്തിട്ടുണ്ട് ഫ്രെയിംസ് ഒക്കെ. ഭയങ്കര വിലയാണ്, കാരണം നമ്മൾ അത്ര ഹൈപ്പിലാണ് വന്നത്, എന്നാലും ഉണ്ട്, അതിലുണ്ട് നല്ല എൻട്രിയും കാര്യങ്ങളും ഉണ്ട്. BGM എല്ലാം പ്രത്യേകിച്ച് ഒരു ഫീലാണ്, എല്ലാവരും കാണുക. എന്തായാലും ലാലേട്ടൻ അതിനെക്കാട്ടും അടിപൊളി. ബാക്കി സെക്കൻഡ് ഹാഫ് കണ്ടിട്ട് ഞങ്ങൾ പറയാം. ഇവിടെ ലൂസിഫർ കണ്ട പോലെ തന്നെ എമ്പുരാൻ അതിൻ്റെ ഒന്നും ഇതാക്കിയിട്ടില്ല, എല്ലാം ബാക്കി സെക്കൻഡ് ഹാഫ് പോലെ തന്നെ ഉണ്ട്. നമ്മൾ ട്രെയിലറിലൊക്കെ കണ്ട പോലെ തന്നെ, എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ പടം അവർ മേക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അടുത്ത കഴിയുമ്പോ പൊളി എന്ന് പറഞ്ഞു സൂപ്പറായിട്ടുണ്ട് പടം തകർത്തോണ്ടിരിക്കുക, സൂപ്പറായിട്ട് തകർത്തോണ്ടിരിക്കുക. രാജുവേട്ടൻ സംഭാവന അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ ഇന്നുവരെ മലയാള സിനിമയിൽ ഇതൊന്നും കണ്ടിട്ടില്ല. ഞാനൊക്കെ എൻ്റെ പ്രായത്തിൽ ഈ ഇത്രയും വയസ്സായി ഇതുവരെയായിട്ടും ഇത് കൂടെ മലയാള സിനിമ കണ്ടിട്ടില്ല. രാജുവേട്ടൻ എന്നൊരു എടുത്ത സംവിധാനമില്ല, അടിപൊളി. ഇനിയിപ്പോൾ നമ്മുടെ പിള്ളേർക്കായാലും ഇത് കൂടെ ഒരു സംവിധാനമൊക്കെ വന്നെന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്പെക്ടേഷൻ ആയിരിക്കും. പകുതി കണ്ടിട്ട് ഫുള്ള് കണ്ടിട്ട് വന്നിട്ട് പറയാം. ഒരു രക്ഷയില്ല, അടിപൊളി. ഇംഗ്ലീഷ് സിനിമയ്ക്ക് ഹിന്ദി സിനിമ